സി ഫിസിക്കലി ഇപ്പം ഞാൻ ഇപ്പോഴും ഒരു എന്താ പറയുക വർക്കൗട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ മെൻ്റലി ഞാൻ ഒരുപാട് മാറി. കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. സി എനിക്കൊരു ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല കിട്ടുന്ന ഓവറോൾ ബെനഫിറ്റ് ഇതുകൊണ്ടുള്ളത്. അപ്പം ജിം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറയുന്നത് ഐ മീൻ ഇറ്റ്സ് നോട്ട് ഫോർ മേക്ക് യു എസ്തെറ്റിക്കലി ഗുഡ് ഓർ ഫിസിക്കലി ലുക്സ് ഗുഡ്. അതിന് കിട്ടുന്ന ഒരു ബോണസായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ള ബെനിഫിറ്റ് ഡേ 1 മുതൽ കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. മറ്റേ നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന ബെനിഫിറ്റാണ്. നമ്മൾ ഫിസിക്കലി നല്ല ലുക്ക്, നല്ല ബോഡി. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിസറൽ ഫാറ്റ് 17 to 18 ആയിരുന്നുണ്ട്. വിസറൽ ഫാറ്റ് ഈസ് ഹെവി റിസ്ക് ഫോർ അറ്റാക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ആനുവൽ റിപ്പോർട്ട്, കഴിഞ്ഞ നവംബറിൽ വരെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. അത് നമ്മൾ ലേറ്റസ്റ്റ് എടുക്കുമ്പോൾ 10 ആണ് എൻ്റെ വിസറൽ ഫാറ്റ്. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന 2 ബിസിനസ്സാണ്. അതാണല്ലോ എൻ്റെ കോൺട്രാഡിക്ഷൻ. ഒക്കെ ഒന്ന് ഹോട്ടൽ, ഐ മീൻ എങ്ങനത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ രാത്രി മെയിനായിട്ട് കഴിക്കുന്ന ഈ പറയുന്ന എന്താ പറയുക ജങ്ക് ഫുഡ് അല്ലേ. അപ്പുറത്ത് വളരുന്നത് ഹോസ്പിറ്റലാണ്. ഈ രണ്ടും തമ്മിലുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നത്. കാരണം ഇവിടുന്ന് കഴിക്കുന്നവന് ആ ഹോസ്പിറ്റൽ, എസ്പെഷ്യലി നമ്മളൊക്കെ ഒരു എബോവ് 35 ആയിക്കഴിഞ്ഞാലൊക്കെ ശരിക്കും അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. വെച്ചാൽ മസിൽ ട്രെയിനിങ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡേ 1 മുതൽ കിട്ടുന്ന ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത്. ഡേ 1 മുതൽ കിട്ടുന്നൊരു ബെനിഫിറ്റ് ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന ആ ദിവസം തന്നെ നിങ്ങൾക്ക് ആ എനർജി വന്നു, നിങ്ങളെ സ്ട്രെസ്സ് കുറഞ്ഞു, നിങ്ങളെ ബാക്കി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഒരു ഫാക്ടറുകൾ പറഞ്ഞാൽ നമ്മൾ ഓരോ സെറ്റും ചെയ്യുമ്പോഴും ഓരോ റെപ്പറ്റീഷനും നമുക്ക് പറ്റുന്നതിനേക്കാളും കുറച്ചൊന്ന് കൂടുതൽ നമ്മൾ ചെയ്യും. ഇത് നമ്മൾ ലൈഫിൽ ത്രൂ ഔട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു പ്രോഗ്രസീവ് മെന്റാലിറ്റി ബെറ്റ് വെച്ചു. $100 ഐ പെയ്ഡ് യു ഓൾറെഡി. നിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പേ ചെയ്തു. നാളെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഐ വോണ്ട് റീഫണ്ട് യു ദിസ്. ഞാൻ പറയാം, ഒരുപാട് ഡോക്ടറുടെ അടുത്തൊക്കെ ഞാൻ പോയി പല കാര്യങ്ങൾക്ക് വരുമ്പം എനിക്കറിയാമല്ലോ, ഇവിടെ ഇപ്പം നമ്മൾ കാണിക്കുമ്പോൾ ഒരു പ്രോപ്പർ SOP നോക്കിയിട്ടുള്ള കുറച്ച് മരുന്ന് അതങ്ങനെ കുടിക്കുക, ടാബ്ലറ്റ് കുടിക്കുക, ഗ്യാസ്ട്രിക് റിലീഫ് കുറച്ച് കഴിയുമ്പോൾ വരും, വീണ്ടും ഇതേപോലെ അസിഡിറ്റിക്ക് പ്രോബ്ലമൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം വന്നത് അതിന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും. ആ ഒരു രീതിയിലേക്ക് മാറി ഇപ്പോൾ കാര്യങ്ങളൊക്കെ. എനിക്ക് 5 തന്ന പ്ലാന് ഞാൻ AI-ലിട്ട് കൂടി ഞാനത് ചെക്ക് ചെയ്തപ്പോൾ പോലും ChatGPT-നോട് പറഞ്ഞു ഇറ്റ്സ് എ പെർഫെക്റ്റ് വർക്കൗട്ട് ഫോർ യു എന്നാണ് പറഞ്ഞത്. 4 മാസം കൊണ്ട് കുറച്ച് ലേസിനെസ് ഉണ്ടായിട്ടുണ്ട്. സം സ്കിപ്പ് ഹാപ്പൻഡ്. എൻ്റെ ഒരു ബാക്ക് പെയിന് പെട്ടെന്ന് ഒരു ദിവസം നമ്മളൊരു ഡെഡ് ലിഫ്റ്റിൻ്റെ ഒരു എഫക്റ്റ് കാരണം, മിസ്റ്റേക്ക് കാരണം വന്ന ഒരു പെയിന് കാരണം 1-2 ആഴ്ച പ്രോബ്ലം ഉണ്ടായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 മാസമായി എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന നൗഷാദ് ബ്രോ എന്ന ആളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ നൗഷാദ് ബ്രോ ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ ഫ്രൂട്ട്ഫുള്ളായി തോന്നി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാളെ ലൈഫിൽ ഞാൻ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുക, പക്ഷെ അതേപോലത്തെ ഒരാളെ കിട്ടുകയും ചെയ്തു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വളരെ മോട്ടിവേറ്റഡ് ആയിരുന്നു. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും വില്ലിങ് ആയിട്ട് ജിമ്മിലേക്ക് വരും. പിന്നെ ഓരോ ചെറിയ ചെറിയ പ്രോഗ്രസ്സിനെയും അപ്രീഷിയേറ്റ് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വർക്കൗട്ടിൽ കൂടി അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റി. അത് ഫിസിക്കലായിട്ട് ഒരുപാട് വിസിബിളായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. കാരണം 3-4 മാസമായിട്ട് ആദ്യമായി ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഫിസിക്കലായിട്ടുള്ള കുറേ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നൗഷാദ് ബ്രോ, എന്നാൽ തുടങ്ങല്ലേ?
നൗഷാദ് ബ്രോ, എന്തൊക്കെയാ വിശേഷം? നല്ലത് ബ്രോ, നല്ല എന്താണ് അപ്പം കഴിഞ്ഞ 3-4 മാസമായി നമ്മളിങ്ങനെ വർക്കൗട്ട് തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളവിടെ ഇരിക്കറോ? ഇരുന്നോണ്ട് സംസാരിക്കാം. എന്താണ് വിശേഷങ്ങളൊക്കെ? ഞാൻ നിങ്ങളെ കാണുമ്പോണ്ടല്ലോ ഓഫീസ് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ, അപ്പോൾ ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചോ ഇതൊരു എന്താ പറയാ, ഇയാളിപ്പോ ജിമ്മിൽ വന്നാലും ആദ്യത്തെ ഒരാഴ്ച കൊണ്ടൊക്കെ നിർത്തുന്ന വിചാരിച്ചു. പക്ഷെ കണ്ടിന്യൂസ് 3-4 മാസം ഇപ്പൊ ജിമ്മിൽ വന്നോണ്ടിരിക്കണം. എന്താണ് ടോട്ടൽ അനുഭവം? നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ജിമ്മ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? പിന്നെ ഇതിന് മുമ്പ് വർക്കൗട്ടുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. ഞാൻ ഇവിടെ നമ്മൾ സിംഗപ്പൂരിൽ വന്നപ്പോൾ തന്നെ ഉടനെ ഒരു ജിമ്മിലൊക്കെ കയറിയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് സത്യത്തിൽ ഇത് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളെ ഒരു കാണാനുള്ള ഒരു എസ്തെറ്റിക് ലുക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ സാധനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അല്ലാതെ എന്താണ് നമ്മൾ ഹെൽത്തിയാണ്, പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. നമുക്കറിയാലോ, കുറച്ച് നമ്മളും കൂടെ ഇവിടെ എങ്ങനെ നിന്ന് നമ്മൾ ഒന്നും കൂടെ ഒരു ഭയങ്കര നിനക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു ട്രെയിനിങ് ഒക്കെ പങ്കെടുത്ത് എന്താ പറയുക, നമ്മളെ ഹാപ്പി ഹോർമോൺസിനെ കുറിച്ച് കുറേ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം അത് ബോഡിയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സ്ഥാനം എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. തിയറിറ്റിക്കലി വാട്ട് ഈസ് ദിയർ അല്ലേ, ആ ബോഡി പിന്നെ ഈ പറയുന്ന ഹാപ്പിനെസ് ഹോർമോണും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്ത് ഓർമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും നമ്മളെ ബോഡിയിലെ കോർട്ടിസോൾ നമ്മൾ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതിനൊരു സൊല്യൂഷനൊക്കെ ആയിട്ടാണ് നമ്മൾ രണ്ടാമത് ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നീ പറഞ്ഞല്ലോ, അത് ഞാൻ ഭയങ്കര നിന്നോട് താങ്ക്സ് പറയുന്നത് വെച്ചാൽ ഒരു ഓവർ നൈറ്റിലുണ്ടായ ഒരു ഡിസിഷനാണത്. ഞാൻ കുറേ കാലമായിട്ട് അതെ കൂടുതൽ അതായത് ഒരു ദിവസം കുറേ കാലമായി നൗഷാദ് ഭായിന്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജിമ്മിന് പോകണം, മസിൽ ഉണ്ടാക്കണം, 6 പാക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്നും കാണുമ്പോൾ ഇത് പറയുന്നല്ലാതെ നൗഷാദ് ഭായി ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഒരു ദിവസം ഞാൻ ഞങ്ങളോട് പറഞ്ഞു ബെറ്റ് വെച്ചു, $100 ഐ പെയ്ഡ് യു ഓൾറെഡി. നിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പേ ചെയ്തു, നാളെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഐ വോണ്ട് റീഫണ്ട് യു ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തോ ഒരു ബെറ്റ് ചലഞ്ച് വെച്ചു. അങ്ങനെയാണ് നമ്മൾ നോമ്പിന് അതും ഈവൻ ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അന്ന് നമുക്കത് മാനേജ് ചെയ്യാൻ റമദാൻ മാസമാണ്, നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര പാടുള്ളൊരു ടൈമായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഈസി ആവുമല്ലോ. അപ്പോൾ നമ്മൾ ആ നോമ്പിന് തന്നെ എനിക്കൊണ്ട് 10ാമത്തെ നോമ്പിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് ജോയിൻ ചെയ്തു. അത് നമ്മൾ ഭയങ്കര റിസ്ക് ആയിരുന്നു. പള്ളിയിൽ പോയി ഇതൊക്കെ കഴിഞ്ഞ് രാത്രി 10 മണിക്ക് നമ്മൾ ജിമ്മിലെത്തി, രാത്രി 1 മണി 2 മണിക്ക് ഒന്ന്, രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകണം. അത് ആ ഒരു ഡിഫിക്കൽട്ട് ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഭയങ്കര വാല്യൂ മനസ്സിലാക്കി. എൻ്റെ എല്ലാ സംഭവങ്ങളും ഫിസിക്കലി ഇപ്പം ഞാൻ ഇപ്പോഴും ഒരു എന്താ പറയുക, വർക്കൗട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ മെൻ്റലി ഞാൻ ഒരുപാട് മാറി. മെൻ്റലി യെസ്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ഒരു ഹാപ്പിനെസ് ഹോർമോണും അല്ലെങ്കിൽ നമുക്കത് എന്തും ഭയങ്കരമായിട്ട് എന്താ പറയുക മാനേജ് ചെയ്യാൻ പറ്റി. ആ ഒരു മെൻ്റൽ സ്റ്റേറ്റും ആ ഒരു നെഗറ്റീവ് വൈബും അങ്ങനെയൊക്കെ പറയുമല്ലോ, ആ സാധനങ്ങളൊക്കെ മാറി ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലായി. ദെൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 3 to 4 മന്തായി നമ്മൾ അല്ലേ, സ്റ്റിൽ പുഷിങ് മീ ടു ഡു ദാറ്റ്. ഇന്ന് ഇപ്പോൾ എന്ത് സമയം എടുത്താലും എത്ര സമയം ഇതിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പം പണ്ട് ഇതൊരു ലീസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു, ജിമ്മിന് പോകുക എന്ന് പറയുന്നത് ബാക്കി ഒന്നും ഇല്ലെങ്കിൽ പോകുക എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് മാറി ദിസ് ഈസ് മൈ ഫസ്റ്റ് തിങ് ടു ഡു ഇൻ ദ ഡേ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വീക്കെൻഡിൽ പോലും നമ്മൾ സാറ്റർഡേ സൺഡേ പ്ലാൻ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഒരു ഡീറ്റെയിൽ വർക്കൗട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് തിങ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. സോ ഇറ്റ്സ് ഇംപ്രൂവിങ് എ ലോട്ട്. ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. എനിക്ക് തന്നെ നമുക്ക് ബോഡിയിൽ തന്നെ അറിയാൻ പറ്റും. ഫിസിക്കലി നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് കുറച്ച് സ്ലോ ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, ഗെറ്റിംഗ് ബെറ്റർ, വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞിരുന്നു പറഞ്ഞാൽ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ലുക്ക് മാറ്റലല്ല ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ബോണസ് ആയിട്ട് നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ട്. അത് ഭയങ്കര ഒരുപാട് സാധനങ്ങൾ. ഐ മീൻ ഞാൻ പറയുന്ന ഒരു ലിസ്റ്റ് ചെയ്ത് ഒരു സാധനം അല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരിക്കലും ഒരു പോയിന്റ് എന്നല്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആവും. കാരണം നമ്മളെല്ലാം ഓർഗനൈസ്ഡ് ആവും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാര്യം ഒന്ന് സമയത്ത് രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സമയത്ത് ഉറങ്ങണം. അപ്പോൾ വി സ്റ്റാർട്ട് ദ ഡേ ബിഫോർ 1 day. അതായത് അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മളിതെല്ലാം പ്രിപ്പയർ ചെയ്യണം. എന്താണ് നാളത്തേക്കുള്ളത്, അത് ബാക്കിൽ എന്താണ്, പിന്നെ ജിമ്മിലേക്കുള്ള ഡ്രസ്സ് മുതൽ നമ്മളത് ഓർഗനൈസ് ചെയ്ത് തുടങ്ങി തലേന്ന് രാത്രി തന്നെ. ദെൻ വി ട്രൈ ടു ഡു 10:30 ഉറങ്ങാനുള്ള ശ്രമം നടത്തി തുടങ്ങും. ഇങ്ങനെ രാവിലെ പോകുന്നൊരു പരിപാടി ഇല്ലെങ്കിൽ പിന്നെ സ്ക്രീൻ ടൈം ഇൻക്രീസ് ആവും. നമ്മൾ ഒരുപാട് നേരം
സ്ക്രീൻ കണ്ടിരിക്കും, റീൽസ് കണ്ടിരിക്കും. ഇറ്റ്സ് യൂസ്ലെസ്, അബ്സല്യൂട്ട്ലി യൂസ്ലെസ് അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ തുടങ്ങും. 8 hours നമുക്കൊരു പ്രോപ്പർ റിക്കവറി വേണമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. അവിടെ തന്നെ നമ്മളെ ഒരു നല്ലൊരു ശതമാനം ഞാൻ മനസ്സിലാക്കി, നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് 8 മണിക്കൂർ ഉറങ്ങിയിട്ട് ഇല്ലെങ്കിൽ തന്നെ ഒരു 20 to 30%, നമ്മൾ ആ ട്രാക്കറൊക്കെ വെച്ച് കാണുന്നുണ്ടല്ലോ, 30 to 40% നമ്മളെ ബോഡിയിലെ സ്ട്രെസ് ഉണ്ട്. ഇഫ് യു ആർ നോട്ട് ഡൺ യുവർ പ്രോപ്പർ സ്ലീപ്പ് 8 hours, ഒരു 30-40% സ്ട്രെസ്സിലാണ് നിങ്ങൾ ഉണരുന്നത് തന്നെ. പിന്നെ അവിടെ നിന്ന് ഒരു ഇച്ചിരി കിട്ടിയാൽ സ്ട്രെസ് കൂടും. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു 10% കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് 60-70% സ്ട്രെസ്സായി. ഇപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എണീക്കുന്നത് മുതൽ നമ്മളെ സ്ട്രെസ് 0 ആണ്. പിന്നെ നമുക്ക് ഓഫീസിൽ വരുന്ന 20-30 ഈസിലി മാനേജ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. രാവിലെ കുറച്ചുണ്ടെങ്കിൽ പോലും നമ്മൾ ആ രാവിലെ നമ്മൾ ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് കൂടി ചെയ്യുമ്പോൾ നമ്മൾ എനർജിയാണ് പ്ലസ്. ആ ന്യൂട്രൽ നിന്നും ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ്. കാരണം പണ്ട് എൻ്റെ പെർഫോമൻസ് ഓഫീസിലായിക്കോട്ടെ, അല്ല ആൾക്കാരോട് ഇടപെടുന്ന എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ഫാമിലിയിലായിക്കോട്ടെ, ആ പെർഫോമൻസും വർക്കൗട്ട് തുടങ്ങിയതിന് ശേഷമുള്ള പെർഫോമൻസ്, ഞാൻ ഈ ഒരു കാര്യം മാത്രമാണ് പറയുക. അതിൽ വേറൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലുക്ക് വൈസ് ആയാലും മസിൽ ആൾക്കാർ കാണുന്നത് ബെനിഫിറ്റ്സും, പിന്നെ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മളെ എനർജി, അതാണല്ലോ ഇത്രയും നേരം പറഞ്ഞു വന്നത്, നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ മാറുന്നത്, നമ്മൾ അനാവശ്യമായ നെഗറ്റീവ് ചിന്തകൾ മാറുന്നത്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണുന്നത്. പിന്നെ ഒരു ഫാക്ടറുകൾ പറഞ്ഞാൽ നമ്മൾ ഓരോ സെറ്റും ചെയ്യുമ്പോഴും ഓരോ റെപ്പറ്റീഷനും നമുക്ക് പറ്റുന്നതിനേക്കാളും കുറച്ചൊന്ന് കൂടുതൽ നമ്മൾ ചെയ്യും. ഇത് നമ്മൾ ലൈഫിൽ ത്രൂ ഔട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രോഗ്രസീവ് മെൻറ്റാലിറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, പിന്നെ നൗഷാദ് ഭായ് എന്നോട് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുമ്പ് അസിഡിറ്റി പ്രോബ്ലംസ്, കുറേ അലർജീസ്, അതിലെന്തെങ്കിലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് എനിക്ക് അസിഡിറ്റിക് പ്രോബ്ലം, അതുപോലെ ഗ്യാസ്ട്രോ ഒക്കെ പ്രോപ്പറായിട്ട് ഇതുകൊണ്ടുള്ള മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പറയാം, ഒരുപാട് ഡോക്ടറുടെ അടുത്തൊക്കെ ഞാൻ പോയി പല കാര്യങ്ങൾക്ക് വരുമ്പം എനിക്കറിയാമല്ലോ, ഇവിടെ ഇപ്പം നമ്മൾ കാണിക്കുമ്പോൾ ഒരു പ്രോപ്പർ SOP നോക്കിയിട്ടുള്ള കുറച്ച് മരുന്ന് അതങ്ങനെ കുടിക്കുക, ടാബ്ലറ്റ് കുടിക്കുക, ഗ്യാസ്ട്രിക് റിലീഫ് കുറച്ച് കഴിയുമ്പോൾ വരും, വീണ്ടും ഇതേപോലെ അസിഡിറ്റിക് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം വന്നത് ഇത് ചെയ്തതിന് ശേഷം. പിന്നെ ഞാൻ ഒരു ടാബ്ലറ്റ് ഞാൻ ചെയ്യുന്നതിന് ഒരു സംഭവം ഉണ്ടെങ്കിലും അതിന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും. ആ ഒരു രീതിയിലേക്ക് മാറി ഇപ്പോൾ കാര്യങ്ങളൊക്കെ. അത് ഭയങ്കര, ഞാൻ പറയുന്നത് ഐ എം നോട്ട് ജസ്റ്റ് എനിക്കൊരു ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല, കിട്ടുന്ന ഓവറോൾ ബെനഫിറ്റ് ഇതുകൊണ്ടുള്ളത്. അപ്പം ജിം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ മേക്ക് യു എസ്തെറ്റിക്കലി ഗുഡ് ഓർ ഫിസിക്കലി ലുക്സ് ഗുഡ്. അതിന് കിട്ടുന്ന ഒരു ബോണസായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ള ബെനിഫിറ്റ് ഡേ 1 മുതൽ കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. മറ്റേ നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന ബെനിഫിറ്റാണ്. നമ്മൾ ഫിസിക്കലി നല്ല ലുക്ക്, നല്ല ബോഡി, ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ 1.5 വർഷമൊക്കെ കൊണ്ട് കിട്ടുന്ന സാധനമാണ്. പക്ഷേ ഡേ 1 മുതൽ കിട്ടുന്ന ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത്. ഡേ 1 മുതൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ആ ദിവസം നിങ്ങൾ ചെയ്യുന്ന ആ ദിവസം തന്നെ നിങ്ങൾക്ക് ആ എനർജി വന്നു, നിങ്ങളെ സ്ട്രെസ്സ് കുറഞ്ഞു, നിങ്ങളെ ബാക്കി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. അപ്പം എസ്പെഷ്യലി നമ്മളൊക്കെ ഒരു എബോവ് 35 ആയിക്കഴിഞ്ഞാലൊക്കെ ശരിക്കും അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. വെച്ചാൽ മസിൽ ട്രെയിനിങ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു നീലിൻ്റെ പെയിൻ, മുട്ടുവേദന എനിക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ തുടങ്ങിയ ഉടനെ എപ്പോഴും ഞാനൊരു സപ്പോർട്ട് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. മുട്ടിൻ്റെ വേദന സ്ക്വാട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും, ഈവൻ എനിക്ക് ലെഗിൽ എന്ത് കളിക്കുകയാണെങ്കിലും പ്രശ്നം വരും. സൈക്കിൾ കുറേ ചെയ്യുന്ന സമയത്ത് മുട്ടുവേദന വരും. ഇതും ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ചിരുന്നു, കുറേ മുട്ടിന് അങ്ങനെ. പക്ഷേ ഇതൊന്നും അല്ല. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാലിന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി, ആ കാലിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഡെവലപ്പ് ചെയ്തു, ആ ഒരു വേദന പോയി. ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. കാരണം ഇപ്പം എനിക്ക് ഈ പറയുന്ന കാലിന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ എത്ര വെയിറ്റ് എടുക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, കുറേ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത മാറ്റങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 3-4 മാസമായി ഞാൻ കുറേ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങും റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ആണ് ചെയ്തത്. അതിൻ്റെ കൂടെ കാർഡിയോ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കണ്ട പിന്നെ അനലൈസ് ചെയ്ത മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, പണ്ട് നൗഷാദ് ഭായ് എന്നെ കാണുമ്പോൾ ജോലിയൊക്കെ പ്രശ്നമാണോ, നമ്മുടെ വിസൊക്കെ, ഞാൻ പറഞ്ഞ നെഗറ്റീവ് വൈബാണ്. പിന്നെന്താണ്, ഇതൊക്കെ ഈ മാർക്കറ്റിലെ പിള്ളേരൊക്കെ പഠിച്ചങ്ങെത്തും, നമ്മളൊക്കെ ഒന്നും നെഗറ്റീവ്, ഭയങ്കര ഓവറോൾ നെഗറ്റീവ്, എല്ലാത്തിൻ്റെയും വേഴ്സ്റ്റ് സിനാരിയോ നമ്മൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, എൻ്റെ ഫാമിലി, എൻ്റെ എൻ്റെ കുട്ടികളൊക്കെ അവസ്ഥ എന്താവും, ഇതൊന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദ് ഭായ്, ഇതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നില്ല വർക്കൗട്ട് തുടങ്ങിയത്.
പക്ഷേ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദ് ഭായി കുറച്ച് കാലം നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു രണ്ട് മൂന്നാഴ്ച എടുത്തുള്ളൂ, അതിൽ കൂടുതൽ. പിന്നെ നൗഷാദ് ഭായി പറയാൻ തുടങ്ങി, പിന്നെ ഞാനിന്നല്ല മറ്റേ ഈ സീരീസ് കണ്ടു, മറ്റേ 6 പാക്ക് ഉണ്ടാക്കണം, നമുക്ക് ഭയങ്കരമായിട്ട് ഇതാക്കണം, മറ്റേ സർട്ടിഫിക്കേഷൻ എടുക്കണം, പിന്നെ എൻ്റെ എന്താ EP പുതുക്കി കിട്ടി, അടുത്ത 7 വർഷത്തേക്ക് എനിക്കൊന്നും ചിന്തിക്കണ്ടെന്നൊക്കെ പറയാൻ തുടങ്ങി. 7 വർഷത്തേക്കൊന്നും ചിന്തിക്കണ്ട. അത് നമുക്ക് അത്ര ഫിസിക്കലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. നമ്മളെ മെൻ്റൽ സ്റ്റേറ്റ് മാറിയതാണ്, അല്ലാതെ നമ്മളെ പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ഒന്നും മാറിയതിട്ടൊന്നുമില്ല. ഞാൻ ചിന്തിച്ചു അങ്ങനത്തെ ഒരു സാധനം മാറിയിട്ടില്ല. നമ്മളെ മെൻറ്റാലിറ്റി, ദ വ്യൂ, ഹൗ യു ആർ ലുക്കിംഗ് ദ തിങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ആ സാധനം ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇതല്ലെങ്കിൽ എന്താ, യു ആർ സ്കിൽഡ്, യു വിൽ ഗെറ്റ് സംതിങ് എൽസ്, യു ക്യാൻ ഡു സംതിങ് എൽസ്. ആ ഒരു കോൺഫിഡൻസ് എല്ലാവരും ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മളെ ഈ ഒരു പറയുന്ന കോർട്ടിസോൾ ഓവർകം ചെയ്തിട്ടാണ് നമുക്ക് ആ സ്ട്രെസ്സിലേക്ക് വരുന്നത്. നമ്മൾ തിയറിറ്റിക്കലി പഠിക്കുമ്പം ഈ പറയുന്ന കോർട്ടിസോൾ നമ്മുടെ ബോഡിയിലുള്ള സമയത്ത് നമുക്ക് എന്ത് സാധനം സ്ട്രെസ്സായിട്ടേ പോവുള്ളൂ. എന്നാൽ കോർട്ടിസോൾ ഇല്ലാതെ ഒരു സമയത്ത് നമ്മൾ ആ ഓക്സിറ്റോസിൻ അതുപോലെ ഈ പറയുന്ന ഹാപ്പി ഹോർമോൺ ഡോപ്പമിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവായിട്ടേ കാണുള്ളൂ. അത് ഭയങ്കരമായിട്ട് എല്ലാവരും, ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ പറയുന്ന ഒരു കാര്യമായിട്ടത്. നമ്മൾ ആ തിയറിറ്റിക്കലി ആക്സിഡൻ്റലി ആ ട്രെയിനിങ്ങിൽ പഠിച്ചാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് നോക്കുമ്പോഴേ അത് ഭയങ്കര സാധനമാണ്. നമ്മളെ ബോഡിയിൽ ആ സാധനം, ആ ഒരു കെമിക്കൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. ഈവൻ ഞാൻ വേറൊരു വീഡിയോ പോലും കണ്ടു. ഇപ്പം നമ്മൾ ശരിക്കും ഫസ്റ്റ് ഡേ ജിമ്മിന് പോകുന്ന സമയത്ത് ഒരു ഡോപ്പമീനാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അത് ഫസ്റ്റ് ലെവലാണ്. പിന്നെ പറഞ്ഞു രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ കുറച്ച് ചാലുവായിട്ട് വരുമ്പോഴാണ് നമ്മളൊരു ഓക്സിറ്റോസിൻ പോലുള്ള മറ്റുള്ളൊരു ടൈപ്പ് ഓഫ്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, ഞാനൊരു ഡോക്ടർ പറയുന്നത് കേട്ടാ. ഈവൻ ഇതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ വരുന്ന വേറെ ഇതാണ്. അതെ, പിന്നെ അത് ഏറ്റവും അവസാനത്തിൽ നമ്മളൊരു കുറേ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ സെറ്റപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. അതാണ് ഓക്സിറ്റോസിൻ തോന്നുന്നത്, സെൽഫ് ലവ്. ആ സെൽഫ് ലവിലേക്ക്, ആ സാധനത്തിലേക്ക് വരുമ്പോൾ പിന്നെ അത് നമ്മളതിലേക്ക് മാറി. പിന്നെ ആ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാനിപ്പോഴും ആലോചിക്കും നമ്മളെക്കാളും ഏജുള്ള ആൾക്കാർക്ക് എന്താ ഇത്ര എനർജി ഉള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ വർക്കൗട്ടിൽ വരുന്ന അതിൻ്റെ ഒരു ബെനിഫിറ്റ് കുറച്ച് നമ്മൾ ചെയ്യുന്ന കുറച്ച് ലിസ്റ്റ് ഒന്നും അല്ല. ഓഫ്കോഴ്സ് ഇനി നമുക്ക് വേറെ ഘട്ടം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇനി നമ്മൾ ഡയറ്റിനകത്ത് വളരെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫ്രെയിം വർക്കായി, ദിസ് ഈസ് പോസിബിൾ എന്ന് പറയുന്ന അങ്ങനത്തെ മെന്റാലിറ്റി. നൗഷാദ് ഭായി ഇപ്പോൾ പറഞ്ഞു വരുന്ന പറഞ്ഞാൽ നമ്മൾ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങൾ സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. അതെ, ഒരു മാറ്റം. പെർസെപ്ഷൻ, അപ്പോൾ പെർസെപ്ഷൻ നന്നായി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ പെർസെപ്ഷൻ മോശമാണെങ്കിൽ നമ്മൾ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന സെയിം കാര്യങ്ങൾ നെഗറ്റീവായി കാണുന്നതുകൊണ്ട് നമ്മളെ പ്രൊഡക്ടിവിറ്റി കുറയും. ഇതാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് നമുക്ക് ഉണ്ടായിക്കോളെ. ഒരാൾ പോസിറ്റീവായിട്ട് പ്രോഗ്രസ് ആവും, ഒരാൾ നെഗറ്റീവായിട്ട് പ്രോഗ്രസ് ആവും. അതെ, നമ്മളിപ്പോൾ ഈ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയിൽ വരുന്ന സമയത്ത് വേറൊരു പ്രൊജക്റ്റ് വരുമ്പോൾ, നമുക്കൊരു അഡീഷണൽ വരുമ്പോൾ വേറെ സ്ട്രെസ്സാണത്. ബട്ട് ഇതേ സാധനം തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് രണ്ട് വിഷനാണ്. ഇത് വരുന്ന സമയത്ത് അത് നമുക്ക് ഇനി എങ്ങനെയുള്ള പ്രോജക്റ്റാണെന്ന് അറിയില്ല, അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ നമ്മൾ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് അതൊരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അങ്ങനത്തെ ഉള്ള ഒരു അപ്രോച്ചിൽ വന്ന് മാറ്റം. പിന്നെ ഇതുവരെ ബോഡിക്ക് അപ്പോൾ ഇത്രയും നേരം നമ്മൾ നമ്മുടെ ബോഡിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, മൈൻഡിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചു. പിന്നെ നിങ്ങളെ ഗട്ട് ഇഷ്യൂസിനെ പറ്റി സംസാരിച്ചു. ഓക്കെ, വിസിബിളായിട്ട് എന്തെങ്കിലും മസിൽ ബിൽഡിങ് റിലേറ്റഡ് ചേഞ്ചസ് ഉണ്ടോ? അതായത് വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ. പിന്നെ ആദ്യം എനിക്ക് തോന്നുന്നു നിങ്ങളെ BMIയും ഫാറ്റ് പെർസെൻറ്റേജും ഒക്കെ കുറച്ച് അധികമായിരുന്നു, അതിപ്പോൾ കുറച്ച് കുറവുണ്ടെന്നാണ് ലാസ്റ്റ്. ഭയങ്കരമായിട്ട് മാറ്റമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വിസറൽ ഫാറ്റ് 17 to 18 ആയിരുന്നുണ്ട്. വിസറൽ ഫാറ്റ് ഈസ് ഹെവി റിസ്ക് ഫോർ അറ്റാക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ആനുവൽ റിപ്പോർട്ട്, കഴിഞ്ഞ നവംബറിൽ വരെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. അത് നമ്മൾ ലേറ്റസ്റ്റ് എടുക്കുമ്പോൾ 10 ആണ് എൻ്റെ വിസറൽ ഫാറ്റ്. ഇറ്റ്സ് ലൈക്ക് 7 to 8% ലെസ്. 10 ആയി വിസറൽ ഫാറ്റ്. അത് ഭയങ്കര മാറ്റമാണ്. കാരണം അടുത്ത നവംബറിൽ 17 ഈസ് വെരി ടു ഡേഞ്ചർ. ഈവൻ ഡോക്ടർ ആസ്ക് മീ ടു ബുക്ക് ദ അപ്പോയിൻമെൻറ്റ് ആഫ്റ്റർ ഈ ആനുവൽ നമ്മളെ ചെക്കപ്പിനനുസരിച്ച് റെഡ് മാർക്ക് ആകുമ്പോൾ ഡോക്ടറെ വിളിച്ചാണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറയും. അങ്ങനെ വിളിച്ചിരുന്നു തന്നെ വിസറൽ ഫാറ്റിൻ്റെ കേസിൽ. അത് നോർമലാണ്. 11% മാറി. പിന്നെ വന്ന് ഒരുപാട് ബെനിഫിറ്റ്. പിന്നെ വിസറൽ ഫാറ്റ് പറഞ്ഞു, നമ്മൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മസിൽ മാസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നല്ല ഈ ഒരു 4 മാസം കൊണ്ടൊക്കെ ഒരു ബോഡിയിൽ വരാവുന്ന മാക്സിമം
ഐ മീൻ അങ്ങനെയല്ല നമ്മൾ പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡയറ്റ് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തതല്ലല്ലോ. ബട്ട് ഒരു അവറേജ് വേയിൽ പോവുകയാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കലി ഈവൻ നമുക്കറിയാമല്ലോ, നമുക്കൊരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും നമുക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോഴും നല്ല മാറ്റങ്ങളുണ്ട്, ഫിസിക്കലി മാറ്റമുണ്ട്. ഇനി സ്ട്രിക്ട്ലി പ്ലാൻ ചെയ്യണം, സ്ട്രിക്ട്ലി ഇനി ഡയറ്റിൽ ഫോക്കസ് ചെയ്യണം. കാരണം നമ്മൾ ഒരു സ്റ്റേജിലെത്തി. ഐ മീൻ ഒരു ആൾക്ക് ജിമ്മിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ഇപ്പോൾ നമ്മൾ വിതൗട്ട് ഡയറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസിലേക്ക് നമുക്ക് എത്തിയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഷ്രെഡ് ഡൗൺ ചെയ്യണം മാക്സിമം. ആ ഡെവലപ്പ് ചെയ്ത മസിലിനെ കട്ട് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ഡയറ്റിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡയറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതുവരെ വന്നല്ലോ. ഡയറ്റിലെ കൂടിയും കുറേ മാറ്റങ്ങൾ നമുക്ക് ഡയറ്റ് എൻ്റെ അഭിപ്രായത്തിൽ തെറ്റ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഈ പിന്നെ ഓവറായിട്ട് അബണ്ടൻസ് നമുക്കുള്ള മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഉണ്ട്. ഇപ്പോൾ ഭക്ഷണം കിട്ടാതായിട്ടൊന്നും ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, ഉണ്ട് ഇല്ല. പക്ഷെ നമുക്കൊക്കെ ഒരു ദിവസം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഭക്ഷണത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിക്കുന്നതിനേക്കാൾ എത്രയോ അധികമാണ്. അല്ല, ഇത് നമ്മൾ പറയുന്നില്ലേ, ഇപ്പം ഒരു ഡെയിലി ബേസിസ് ചെയ്യുന്ന ഒരാൾ കഴിക്കേണ്ട ഭക്ഷണം ഒരിക്കലും നമ്മൾ IT വർക്ക് ചെയ്യുന്ന ആൾ കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മവിടെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതെ അതെ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന വേണ്ട ന്യൂട്രീഷൻ മാത്രം കഴിച്ചാൽ മതി. ഐ മീൻ കണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ആ പാറ്റേൺ വേർഡ് തന്നെ തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ സാധാരണ ചെയ്യുന്ന വർക്കൗട്ടിൽ കൂടി നമുക്ക് ഷ്രെഡഡ് ആവാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഒരു കറക്റ്റ്. അതെ അതെ, കറക്റ്റ്. അത് തന്നെയാണ് കറക്റ്റ്. പിന്നെ ഇതിന് പറയല്ലോ, ഒരാൾ കറക്റ്റായിട്ട് അതിനെ നോക്കി എന്താണ് അതിൻ്റെ ന്യൂട്രീഷൻ മനസ്സിലാക്കി ഒരു ശരീരത്തിന് എന്താ വേണ്ടതെന്നുള്ള അറിഞ്ഞിട്ട് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേ കാപ്സ് കഴിച്ച് ഭയങ്കരമായിട്ട് അതാണ് നമുക്ക് പ്രശ്നം വരുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത് നമ്മളെ ആ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് കൾച്ചർ നമുക്കിവിടെ അറിയാമല്ലോ. ഇപ്പോൾ സിംഗപ്പൂരിൽ നമുക്ക് പല ആൾക്കാരും കഴിക്കുന്നതും അല്ലെങ്കിൽ അത് മതി, ഒരു ശരീരത്തിന് സുഖമായിട്ട് അത് മാനേജ് ചെയ്യാൻ അത് മതി. പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് കഴിക്കുന്നുണ്ട്. അത് ഒരുപാട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരുപാട് കഴിക്കുന്നത് ആ സാധനമാണ് നമുക്ക് അസുഖങ്ങളായിട്ട് മാറുന്നത്. ഇപ്പോൾ നോക്കി, ഇവിടുത്തെ ആൾക്കാരെയും നമ്മുടെ നാട്ടിലെ ആൾക്കാരെയും വെച്ച് നോക്കുമ്പോൾ എത്ര ആൾക്കാരെ നോക്കി. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന 2 ബിസിനസ്സാണ്. അതാണല്ലോ അതിൻ്റെ കോൺട്രാഡിക്ഷൻ. നോക്കി, ഒന്ന് ഹോട്ടൽ, ഐ മീൻ എങ്ങനത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ രാത്രി മെയിനായിട്ട് കഴിക്കുന്ന ഈ പറയുന്ന എന്താ പറയുക ജങ്ക് ഫുഡ് അല്ലേ. അപ്പുറത്ത് വളരുന്നത് ഹോസ്പിറ്റലും. ഈ രണ്ടും തമ്മിലുള്ള കോമ്പറ്റീഷനാണ് നടക്കുന്നത്. കാരണം ഇവിടുന്ന് കഴിക്കുന്നവന് ആ ഹോസ്പിറ്റൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, ഇത്ര നേരം രാമൻ നായർ ബോറടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എണീച്ച് നിൽക്കാമെന്ന്. പിന്നെ നല്ല വ്യൂ ഉണ്ട്. നമ്മളെ മുഖം കുറച്ച് ഡാർക്ക് ആയിരിക്കും, പക്ഷെ ഓക്കെ. എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത് പറഞ്ഞാൽ, ഇത്രയും കാലം എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒരു 3-4 മാസമായല്ലോ ഞാൻ ഉണ്ടാക്കി തന്ന വർക്കൗട്ട് പ്ലാൻസ്. ഒരാഴ്ച എത്ര ദിവസം വർക്കൗട്ടിന് വരാറുണ്ട്, അതേപോലെ എപ്പോഴൊക്കെയാണ് റെസ്റ്റ് എടുക്കൽ, റിക്കവറി ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന അത്രയും വർക്കൗട്ട് ചെയ്യേണ്ട ശരിക്കും ആവശ്യമുണ്ടോ? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഓവറോൾ ഐഡിയ ഇതാ. ബാക്ക് 2022 ഫസ്റ്റ് ഞാൻ ജിമ്മിൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെയ്തിരുന്നത് നമ്മളെ പെർ പാർട്സ് ഉള്ളൊരു വർക്കൗട്ടില്ലേ. ഐ മീൻ ചെസ്റ്റ് ആണെങ്കിൽ 1 day ഫുൾ ചെസ്റ്റ്, ബൈസെപ്സ് അങ്ങനെയൊക്കെ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ബോറിംഗ് ആയിരുന്നു. ഫൈവ് എനിക്ക് ചെയ്തിരുന്ന ഒരു പ്ലാൻ ഉണ്ടായല്ലോ, വർക്കൗട്ട് പുഷ് ആൻഡ് പുൾ പ്ലാന്, ലെഗ് ദെൻ പുഷ് പുൾ ആൻഡ് ഫുൾ ബോഡി. ആ ഒരു ഫോമാറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ബോറിങ് തോന്നിയിട്ടില്ല. നമ്മളെല്ലാ ദിവസവും ഐ മീൻ എല്ലാ പാർട്സും നമ്മൾ കണക്റ്റായി ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര ഒരു അടിപൊളി പ്ലാനായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റായിരുന്നു. അതും എനിക്കൊരു സൂപ്പർ. എനിക്ക് 5 തന്ന പ്ലാന് ഞാൻ AI-ലിട്ട് കൂടി ഞാനത് ചെക്ക് ചെയ്തപ്പോൾ പോലും ChatGPT-നോട് പറഞ്ഞു ഇറ്റ്സ് എ പെർഫെക്റ്റ് വർക്കൗട്ട് ഫോർ യു എന്നാണ് പറഞ്ഞത്. അത് ഞാൻ അത്ര കിഡിലും വർക്കൗട്ട് പ്ലാനായിരുന്നത്. ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ട് ChatGPT-നോട് ചോദിക്കുമ്പോഴും പോലും പറഞ്ഞത് അത് അങ്ങനെയുള്ള ഒരു വർക്കൗട്ടായിരുന്നു. നല്ലൊരു പ്ലാനാണ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. അത് എനിക്ക് ഐ മീൻ റിയലി ഓസം. പിന്നെ ആഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യാറുണ്ട്? ഞാൻ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളൊന്നല്ല കേട്ടോ. ഞാനിപ്പോഴും അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. പക്ഷേ ഇന്നപ്പോലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന 4 മാസം കൊണ്ട് കുറച്ച് ലേസിനെസ് ഉണ്ടായിട്ടുണ്ട്. സം സ്കിപ്പ് ഹാപ്പൻഡ്. ഇതിൻ്റെ ഒരു ബാക്ക് പെയിന് പെട്ടെന്ന് ഒരു ദിവസം നമ്മളൊരു ഡെഡ് ലിഫ്റ്റിൻ്റെ ഒരു എഫക്റ്റ് കാരണം, മിസ്റ്റേക്ക് കാരണം വന്ന ഒരു പെയിന് കാരണം 1-2 ആഴ്ച പ്രോബ്ലം ഉണ്ടായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന എല്ലാ ഒരു പാക്കേജും ചെയ്തൊരു പ്ലാനാണ്. അതെ.
ഡെഡ് ലിഫ്റ്റ് അങ്ങനെ ഉണ്ടായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പോസ്റ്റർ മനസ്സിലാക്കാതെ ചെയ്ത ഒരു വർക്കൗട്ടിൻ്റെ മിസ്റ്റേക്ക് കാരണം 2 ആഴ്ച എനിക്ക് അങ്ങനെ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. എന്നിട്ടും പിന്നെ ചില അറിയാലോ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമുക്ക് ചില സമയത്ത് മോർണിംഗ് അവേഴ്സ് മീറ്റിംഗ് ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അന്ന് വർക്കൗട്ട് നടക്കില്ല. മാക്സിമം നമ്മൾ രാവിലെ പുഷ് ചെയ്യാൻ നോക്കും. കാരണം ഒരു ആഫ്റ്റർനൂൺ നമുക്കൊരു എനർജി ഭയങ്കര റിസ്ക്കാണ് നമ്മളത് ജിമ്മിലേക്ക് പിന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ആഫ്റ്റർ ഓഫീസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ. ഇപ്പോൾ നമ്മൾ ഏകദേശം കൊണ്ട് ഒരു 4-5 ദിവസമാണ് നമ്മൾ ഒരാഴ്ചയിൽ അവറേജിൽ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ സാറ്റർഡേ സൺഡേ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ആണ്. കാരണം സാറ്റർഡേ സൺഡേ ഞാൻ ഫൈമിൻ്റെ കൂടെയാണ്, ഞങ്ങൾ ഒരേ ജിമ്മിലായിരിക്കും. ഞങ്ങൾ അന്ന് സാറ്റർഡേ സൺഡേ നല്ല ഡീറ്റെയിൽ വർക്കൗട്ടാണ്. പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ചേഞ്ച്. സാറ്റർഡേ സൺഡേ നമ്മൾ വെറുതെ സീരീസും കണ്ടിരുന്നിരുന്ന ദിവസങ്ങൾ ഇപ്പം സാറ്റർഡേ സൺഡേ വി ഡ്രീം അബൌട്ട് വർക്കൗട്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ബെസ്റ്റ് വർക്കൗട്ടാക്കി മാറ്റാം ആ ഡേ എന്നുള്ളത് ഒരു മീനിങ് ഫുള്ളായി മാറി. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. നൗഷാദ് ബ്രോനോട് കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇതേപോലൊരു കോൺവെർസേഷൻ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഭയങ്കര ഷൈ ആയിരുന്നു അന്നേരം. പക്ഷെ ഇത്ര നല്ലോണം സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നല്ല വൃത്തിക്ക് സംസാരിച്ചു. പിന്നെ ഞാൻ ഹാപ്പിയാണ്, കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരാളിൽ പോസിറ്റീവായിട്ടൊരു മാറ്റം വർക്കൗട്ടിൽ കൂടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഞാൻ കുറേ കാലമായി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഡിസിപ്ലിൻഡ് വർക്കൗട്ടൊന്നുമല്ല. എനിക്ക് വർക്കൗട്ട് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വർക്കൗട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല എനർജി തരും. ഞാൻ ഓഫീസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങിയത് വർക്കൗട്ടിന് ശേഷമാണ്. കാരണം ഒരു IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയറിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, എൻ്റെ കളീഗ്സായ ആൾക്ക് സിംഗപ്പൂരിലില്ല, കാരണം അവരൊക്കെ ഓൾറെഡി ആക്റ്റീവാണ്. പക്ഷേ എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാർ, പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ബാക്ക് പെയിൻ ഇഷ്യൂസ്, നെക്ക് ഇഷ്യൂസ് ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ പണിയെടുത്തുകൊണ്ട് മാത്രമല്ല, നമ്മൾ വേറൊരു ആക്ടിവിറ്റി ചെയ്യുന്നില്ല, നമ്മളൊന്നും നടക്കാൻ പോലും പോകുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ വർക്കൗട്ട് തുടങ്ങിയോടെ ഒന്ന് എനർജിയാണ്, 2 നമ്മളെ ബോഡി നമ്മളെ മൈൻഡിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. രണ്ടാളും കൊലാബറേഷനിലാണ്. ആൾക്കാരുടെ പ്രശ്നം ഒന്നിക്കൽ ബോഡി നല്ലതാണെങ്കിൽ മൈൻഡ് സപ്പോർട്ട് ചെയ്യില്ല, മൈൻഡ് നല്ലതാണെങ്കിൽ ബോഡി സപ്പോർട്ട് ചെയ്യില്ല. ഇത് ഒരുപാട് ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. അപ്പം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാം. റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നൊന്നുമില്ല. പുഷപ്സ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. നമുക്കൊരു ബാർ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ പുള്ളപ്സ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിന്നെടുത്ത് ഇങ്ങനെ സ്ക്വാട്ട് എടുത്തിട്ട് നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്യാലോ. അതെ, കുറെ ഫാന്റസിയാണ്. ശരി, അതെ. ഒരു 4 പാർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, ഓവറോൾ എല്ലാ സാധനങ്ങളും. ശരിയാ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. നമുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം എൻ്റെ റെക്കമെൻഡേഷൻ പ്രോട്ടീൻ ഇൻടേക്ക്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മൾ സംസാരിക്കാൻ മറന്നുപോയി. അതിനെപ്പറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ റിസൾട്ടിൽ വലിയൊരു റിസ്ക് ഉണ്ട് അതിനകത്ത്. അതെ. പിന്നെ ഫൈം നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയാ, ഒരു ഭാഗത്തു കൂടെ വന്ന് നമ്മളെ ഭയങ്കര നല്ല ഷേപ്പായിരിക്കും. നിങ്ങൾ ഭയങ്കര ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ ശരിക്കും തമാശ രൂപേണെങ്കിലും കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഫസ്റ്റ് നൗഷാദ് ബ്രോനെ ഞാൻ കണ്ടത് നമ്മളൊരു വിയറ്റ്നാം ട്രിപ്പ് എങ്ങാനും പോയ സമയത്തായിരുന്നു. ആ ടൈമിൽ ഞാൻ കണ്ട നൗഷാദ് ബ്രോനെ ഫസ്റ്റ് ലുക്കിൽ ഞാൻ വിചാരിച്ചു ഹെവി വയറും പിന്നെന്താ പറയുക അങ്ങനത്തെ ഒരു ലുക്കായിരുന്നു. പിന്നെ എന്ത് പറയുമ്പോൾ നെഗറ്റീവിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ ഇങ്ങനെ മാറും ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ഹെവി മാറ്റം ഉണ്ടായിരുന്നത്. ലാസ്റ്റ് റിപ്പോർട്ട് നോക്കിയവരും വിസിലർ ഫാറ്റ് കുറഞ്ഞു, പിന്നെ BMI മെച്ചുവേർഡായി, മസിൽ മാസ് ഇൻഡെക്സ് കൂടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്ന അടുത്ത് നല്ല മാറ്റം വന്നു. പക്ഷേ ഇതേപോലെ ആൾ കിട്ടുക, എല്ലാവരും ഇതേപോലെ മോട്ടിവേറ്റഡ് ആണെന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ കണ്ട എല്ലാവരും ജിമ്മിൻ്റെ ഒരു ആവേശത്തിൽ വന്ന അവർ ബോഡി മാത്രം ഒന്ന് മാറ്റാനുള്ള എയിം എടുത്ത് വന്നിട്ട് 1-2 ആഴ്ച കൊണ്ട് ജിമ്മ് നിർത്തും. അങ്ങനത്തെ ആൾ ജിമ്മിൽ വരണ്ട, വീട്ടിൽ വർക്കൗട്ട് ചെയ്താൽ പോലുള്ള ഒരാൾ ഒപ്പം ഉണ്ടാവുന്നത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ. വെച്ചാൽ നമുക്കത് നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു. എനിക്ക് ആ എനർജി പോകുന്ന സമയത്താണ് ഞങ്ങൾ 2 ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുക. കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജിമ്മ്, അത് ഫൈമിൻ്റെ വീടിൻ്റെ അടുത്തും ഒരേ നെറ്റ്വർക്കിലുള്ള ജിം തന്നെയാണ്. പക്ഷേ അത് ഞങ്ങൾ രണ്ട് ജിമ്മ്. പക്ഷേ ആഴ്ചയിൽ എനിക്കൊരു ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്തതാ അടുത്ത ആഴ്ചകൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മൾ ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പവർഫുൾ ആണ് നമ്മളെ വർക്കൗട്ട്. യെസ്, അത് കറക്റ്റാണ്. കാരണം നമ്മൾ അപ്പുറം ഇപ്പുറം പുഷ് ചെയ്യും. അതായത് ഇയാൾ 10 റെപ്പ് എന്തായാലും എടുത്തു, അപ്പം ഞാനും 10 റെപ്പ് എടുക്കാതെ എങ്ങനെ ശരിയാവാ? ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാണെങ്കിൽ 2 ആൾ കൂടി വർക്കൗട്ട് ചെയ്യും. ഓക്കെ,
എനിവേ പക്ഷേ ഇതൊന്നും എക്സ്ക്യൂസ് അല്ല, ഒരാളില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നല്ല, ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ 100% ചെയ്യാൻ പറ്റും. അതെ അതെ യു ഹാവ് ടു പ്ലാൻ തിങ്സ്, എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഒരു പ്ലാൻ മസ്റ്റ് ആണ്. അതെ. അതായത് നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടാവണം. എനിക്ക് പിന്നെ ഫൈം തന്ന പോലെ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഒരു എക്സൽ ഷീറ്റിൽ ഉണ്ടാവണം. യു ഷുഡ് ട്രാക്ക് യുവർ സെൽഫ്. അതെ കറക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അല്ല പോയിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതൊരു പോയിന്റ് കൂടിയാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക്ഔട്ട് പ്ലാൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അടുത്തൊരു കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യാം. എന്തായാലും ഐ എം വെരി ഹാപ്പി. ഒരാളെ ഇതേപോലെ വളരെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതേപോലെ നിങ്ങളെ ഞാൻ ട്രെയിൻ ചെയ്തതിലൂടെ ഞാനും കുറേ മാറി. അതായത് ഞാൻ പോസ്റ്ററൊന്നും പണ്ട് നോക്കാറുണ്ടായിരുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇയാൾ ചെയ്യുന്ന പോലെ ആയിരിക്കും ഇനി ഞാനും ചെയ്യുന്നത്. ഫസ്റ്റ് ഒക്കെ ഒരു പോസ്റ്റർ കറക്ഷൻ, അങ്ങനെ ഞാൻ എൻ്റെ പോസ്റ്റർ ഒരുപാട് മാറ്റി. ഓക്കെ, എനിവേ ഞാൻ വെരി ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ലോങ് വേ ടു ഗോ. നമ്മൾ ഇനിയും ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് വിൽ ബി ബാക്ക് അഗൈൻ. ഓക്കെ, വിൽ ടോക്ക് അബൌട്ട് this is our main topic here. Sure. Okay, see you. Thank you bro. Bye bye.